സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ബൈ കോസിങ് എ മെറ്റീരിയൽ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സപ്പോസ് വാട്ടർ ആണെന്നിരിക്കട്ടെ, വാട്ടർ കോൾഡ് വാട്ടർ ആയിരുന്നു, നമ്മൾ തെർമൽ എനർജി കൊടുക്കുന്ന സമയത്ത് അത് ഹോട്ട് വാട്ടർ ആവും. തെർമൽ എനർജി വന്നു, ആ വാട്ടറിൽ തെർമൽ എനർജി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൾഡ് വാട്ടർ ഹോട്ട് വാട്ടറായിട്ട് മാറിയത്. അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് ഇല്ലാതെ, പക്ഷെ അവിടെ എന്ത് വരുന്നുണ്ട്, ടെമ്പറേച്ചർ ചേഞ്ച് വരുന്നുണ്ട്. ഫേസ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോളിഡ് ഒരു ഫേസാണ്, ലിക്വിഡ് ഒരു ഫേസാണ്, വേപ്പർ അല്ലെങ്കിൽ ഗ്യാസ് ഒരു ഫേസാണ്. സോ അങ്ങനെ ഒരു ഫേസിൽ നിന്ന് ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തേക്ക് മാറാതെ ആ ഒരു മാറ്റത്തിനാണ് നമ്മൾ ഫേസ് ചേഞ്ച് എന്ന് പറയുക. സോളിഡ് ഫേസിൽ നിന്ന് ലിക്വിഡ് ഫേസിലേക്ക്, ലിക്വിഡ് ഫേസിൽ നിന്ന് വേപ്പർ ഫേസിലേക്ക്, അങ്ങനെ ഒരു ഫേസിൽ നിന്നുള്ള ചേഞ്ച് മാറാതെ നമുക്ക് ടെമ്പറേച്ചർ അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോറേജിനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജ് എന്ന് പറയുക. അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഫേസ് ചേഞ്ച് നടക്കുന്നില്ല. നേരെ മറിച്ച് ലേറ്റൻറ്റ് ഹീറ്റ് സ്റ്റോറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. സോളിഡ് എന്ന് പറയുന്നത് ലിക്വിഡ് ആവുന്നുണ്ട്, ലിക്വിഡ് എന്ന് പറയുന്നത് വേപ്പർ ആവുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ഫേസിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഒക്കെ അറിയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ വാട്ടറിനെ എടുക്കാം. വാട്ടറിൽ നമ്മൾ കൂടുതലായിട്ട് ഹീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താവും, വേപ്പറായി മാറും, സോളിഡിൽ നിന്ന് എയർ ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു ഫേസിൻ്റെ ചേഞ്ച് വരുന്നുണ്ട്. അത്തരത്തിലാണ് നമ്മൾ തെർമൽ എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോറേജിനാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് സ്റ്റോറേജ് എന്ന് പറയാം. സോ ഫേസ് ചേഞ്ച് മെറ്റീരിയൽസ് ആണ് അവിടെ യൂസ് ചെയ്യുക. ലേറ്റൻറ്റ് ഹീറ്റ് സ്റ്റോറേജ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, ഇൻ ദിസ് എനർജി ഈസ് സ്റ്റോർഡ് ബൈ വെർച്യൂ ഓഫ് ലേറ്റൻറ്റ് ചേഞ്ച് ഓഫ് ഫേസ് ഓഫ് സ്റ്റോറേജ് മീഡിയം. അവിടെ മീഡിയത്തിൻ്റെ ആ ഒരു ചേഞ്ച് കാരണം കൊണ്ട്, ഇപ്പോൾ നമ്മളൊരു മെറ്റീരിയൽ വാട്ടർ തന്നെ എടുക്കുകയാണെങ്കിൽ വാട്ടറിനെ ഹീറ്റ് ചെയ്യിപ്പിക്കാൻ, വാട്ടർ വേപ്പറായിട്ട് മാറാനായിട്ട് ഒരു കുറച്ച് എമൗണ്ട് ഓഫ് എനർജി കൊടുക്കണം. ഇപ്പം നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് വാട്ടർ ഹീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെർമൽ എനർജി നമ്മൾ കുറച്ച് നേരം കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നുള്ളൂ, വേപ്പർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഫേസിൽ നിന്ന് വേറൊരു ഫേസിലേക്ക് മാറാൻ, ലിക്വിഡിൽ നിന്ന് വേപ്പറിക്ക് മാറാനായിട്ട് അവിടെ കുറച്ചൊരു തെർമൽ എനർജി കൊടുക്കുന്നുണ്ട്. ആ ഒരു തെർമൽ എനർജീനെയാണ് നമ്മൾ ലേറ്റൻറ്റ് എനർജി എന്ന് പറയുക, അല്ലെങ്കിൽ ലേറ്റൻറ്റ് ഹീറ്റ്. ആ ഒരു ഹീറ്റിലാണ് ഈ തെർമൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ദി ഫേസ് ചേഞ്ചിങ് മെറ്റീരിയൽ ഹാവ് ഹയർ തെർമൽ സ്റ്റോറേജ് ഡെൻസിറ്റി. അവിടെ ഫേസ് ചേഞ്ച് ചെയ്യുന്ന മെറ്റീരിയലിന് ഹയർ തെർമൽ സ്റ്റോറേജ് ഡെൻസിറ്റി ആയിരിക്കണം ഉണ്ടായത്, കൂടുതലായിട്ടും തെർമൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. This type of system are more compact than sensible heat storage system. സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജ് സിസ്റ്റത്തിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണ് ഈ ഒരു ലേറ്റൻറ്റ് ഹീറ്റ് സ്റ്റോറേജ് സിസ്റ്റം എന്ന് പറയാം. സ്റ്റോറേജ് ബൈ ഫേസ് ചേഞ്ച്, the transition from solid to liquid or from liquid to vapor is another mode of thermal storage known as latent heat storage. സോ ഈ ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് സോളിഡിൽ നിന്ന് സോളിഡിലേക്ക് തന്നെ മാറാം, സോളിഡിൽ നിന്ന് ഗ്യാസ് ആവാം, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവാം, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവാം. ഇങ്ങനെ ഏത് ഫേസ് ചേഞ്ചസ് വേണേലും യൂസ് ചെയ്യാൻ പറ്റും. ഇൻ ദിസ് സിസ്റ്റം ഹീറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ മെറ്റീരിയൽ വെൻ ഇറ്റ് മെൽറ്റ്സ്. ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ആ മെറ്റീരിയലിലേക്ക് നമ്മൾ ഹീറ്റ് സ്റ്റോർ ചെയ്യുമ്പോൾ അത് സോളിഡ് ആണെങ്കിൽ അത് മെൽട്ടായി പോകും. ആൻഡ് ദ ഹീറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി മെറ്റീരിയൽ വെൻ ഇറ്റ് ഫ്രീസസ്. ആ മെൽട്ടായി പോയ മെറ്റീരിയൽ നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എത്രയാണോ നമ്മൾ സ്റ്റോർ ചെയ്തത് ആ എനർജി, ആ ഒരു ഹീറ്റ് എനർജി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. Heat can also be stored when a liquid changes to gaseous state, but as the volume changes large, such a system is not economic. നമുക്ക് ഫേസ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ പറഞ്ഞു, സോളിഡിൽ നിന്ന് സോളിഡിലേക്ക് ആവാം, സോളിഡിൽ നിന്ന് ഗ്യാസ് ആവാം, സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവാം, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആവാം. ഇതിൽ ഗ്യാസായി മാറുന്ന സമയത്ത് അതിൻ്റെ വോളിയം കൂടുതലാണ്. അത്രയും വോളിയത്തിൽ എന്ന് പറയുമ്പോൾ ആ ഒരു മെത്തേഡ് നമുക്ക് എക്കണോമിക്കലി കുറച്ച് ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ് വൺ ഈസ് സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജ്.
In this type, thermal energy is stored by virtue of heat capacity and change in temperature. ഇവിടെ phase change അല്ല, temperature change ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. When energy is absorbed, temperature of storage material rises, and when energy is withdrawn, temperature drops. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഒരു മെറ്റീരിയൽക്ക് നമ്മൾ കൂടുതലായിട്ടും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് എനർജി. സോ ആ ഹീറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ അത് അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ കൂടും, ആ ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും. ഇപ്പോൾ വാട്ടർ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എനർജിയാണ് കൊടുക്കുന്നത്, അത് അബ്സോർബ് ചെയ്യുന്ന കാരണം കൊണ്ടാണ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടി വരുന്നത്. അതേ ഒരു വാട്ടർ നമ്മൾ ഫ്രീസ് ചെയ്യാണ്, റെഫ്രിജറേറ്ററിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ എനർജി വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നത്. ബേസ്ഡ് ഓൺ സ്റ്റോറേജ് മീഡിയ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് ലിക്വിഡ് മീഡിയ സ്റ്റോറേജ്, സോളിഡ് മീഡിയ സ്റ്റോറേജ്, ഡുവൽ മീഡിയ സ്റ്റോറേജ്. 3 തരത്തിൽ ഈ സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജ് തന്നെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. For a sensible heat storage system, energy is stored by heating a liquid or a solid. ഒരു സോളിഡിനെയോ ലിക്വിഡിനെയോ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അധികവും വാട്ടർ അല്ലെങ്കിൽ ഇനോർഗാനിക് മോൾട്ടൺ സോൾട്സ്, അല്ലെങ്കിൽ സോളിഡ് എന്ന് പറയുമ്പോൾ റോക്സ്, ഗ്രേവൽ ആൻഡ് റിഫ്രാക്ടറീസ്, അങ്ങനെ കുറച്ച് മെറ്റീരിയൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. The choice of the material used depends upon the temperature level of its utilization. യൂട്ടിലൈസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എടുക്കേണ്ടത്. അതായത് ടെമ്പറേച്ചർ ഒരു 100 ഡിഗ്രി സെൽഷ്യസിന് ബിലോ ആണ് വേണ്ടുള്ളൂ എങ്കിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് വാട്ടർ ആയിരിക്കും. നേരെ മറിച്ച് നമുക്ക് 1000 ഡിഗ്രി സെൽഷ്യസിനൊക്കെ കൂടുതൽ വേണം, ഹയർ ടെമ്പറേച്ചേഴ്സാണ് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് അധികം റിഫ്രാക്ടറി ബ്രിക്സ് അല്ലെങ്കിൽ റോക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടെമ്പറേച്ചർ യൂട്ടിലൈസേഷൻ നമുക്ക് മെറ്റീരിയൽസ് മാറ്റി ഉപയോഗിക്കേണ്ടി വരും. ഇതിൽ ലിക്വിഡ് മീഡിയ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ ലിക്വിഡാണ് അവിടെ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്, എനർജി സ്റ്റോർ ചെയ്യാനുള്ള മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ആയിരിക്കും. സോ വാട്ടർ ഈസ് കൺസിഡേർഡ് ടു ബി ദി മോസ്റ്റ് സ്യൂട്ടബിൾ ലിക്വിഡ് മീഡിയ സ്റ്റോറേജ്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിക്വിഡ് മീഡിയ സ്റ്റോറേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് വാട്ടറാണ്. അതിനുള്ള കാരണം ഇറ്റ് ഈസ് ഈസി ടു ഹാൻഡിൽ ചെയ്യാനുള്ള ഈസി, ഹയർ ഡെൻസിറ്റിയാണ് അതിനുണ്ടായിരിക്കുക. അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ തെർമൽ എനർജി കടന്നു പോകാനായിട്ട് വാട്ടറിൽ എബിലിറ്റി കുറച്ച് കൂടുതലാണ്. സോ ഗുഡ് തെർമൽ കണ്ടക്ടിവിറ്റി, തെർമൽ എനർജി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി വാട്ടറിന് കൂടുതലാണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റോറേജ് മീഡിയം ഓർ എ വർക്കിംഗ് മീഡിയം. വാട്ടർ അറ്റ് ദ സെയിം ടൈം നമുക്ക് സ്റ്റോറേജ് മീഡിയ ആയിട്ടും വർക്കിംഗ് മീഡിയ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഓഫ് വാട്ടർ സിസ്റ്റം ഇസ് ഫ്ലെക്സിബിൾ. മറ്റ് മെറ്റീരിയൽസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൺട്രോൾ ചെയ്യാനായിട്ട് വാട്ടർ സിസ്റ്റംസ് ആണ് നല്ലത്. സെക്കൻഡ് വൺ ഇസ് സോളിഡ് മീഡിയം സ്റ്റോറേജ്. സോളിഡ് മീഡിയം സ്റ്റോറേജ് അല്ലെങ്കിൽ പാക്ഡ് ബെഡ് സ്റ്റോറേജ് എന്നും പറയും അതിനെ. It utilizes the heat capacity of a bed of loosely packed solid materials to store energy. Solid materialsനൊക്കെ ഒരു ലൂസ്ലി പാക്ഡ് ആയിട്ട് ഒരു ബെഡ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഫുൾ എന്തായിരിക്കും, സോളിഡ് മെറ്റീരിയൽസ് ആയിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. ആ സോളിഡ് മെറ്റീരിയൽസിൻ്റെ ഹീറ്റ് കപ്പാസിറ്റിയാണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സോളിഡ് മെറ്റീരിയലിന് ഈ ഹീറ്റൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ, കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, ആ ഒരു ഫാക്ടറിനെ യൂട്ടിലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സോളിഡ് മീഡിയം സ്റ്റോറേജ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. Here, energy can be used at low or high temperature. Solid ആയതുകൊണ്ട് നമുക്കത് ലോ ടെമ്പറേച്ചറിലും ഹൈ ടെമ്പറേച്ചറിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. And the last one is dual medium storage. In this, both liquid and solid sensible heat storage material are used. സോ ഡുവൽ മീഡിയം എന്ന് പറയുമ്പോൾ അവിടെ ലിക്വിഡും വരാം സോളിഡും വരാം, രണ്ട് സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജ് മെറ്റീരിയൽസും യൂസ് ചെയ്യുന്നുണ്ട്.
These solid and liquid materials may be combined in a number of ways. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇതിനെ അറേഞ്ച് ചെയ്യാം. ഈ സോളിഡ് ആൻഡ് ലിക്വിഡ് മെറ്റീരിയൽസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് ബെഡ് റോക്കും അതുപോലെ തന്നെ വാട്ടർ ടാങ്കും. വാട്ടർ ടാങ്കിൽ നമ്മൾ ഈ ഒരു സെറ്റപ്പ് എ ലൂസ്ലി പാക്ഡ് a bed of loosely packed solids, ഇതും ഒരു വാട്ടർ ടാങ്ക് കൂടെ കമ്പൈൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡുവൽ മീഡിയം സ്റ്റോറേജ് എന്ന് പറയും. ഗ്ലോബൽ സോൾട്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ലെസ് എക്സ്പെൻസീവ് ആയിട്ടും അതുപോലെ തന്നെ മോസ്റ്റ് റീഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട് ഹൈഡ്രേറ്റ്. നമ്മൾ ഹീറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോളിഡ് മെറ്റീരിയലാണ് ഈ ഗ്ലോബൽ സോൾട്ട്. It is possible for both sensible and latent heat storage to occur in the same material, as when solid is heated, then melted, then raised further in temperature. നമ്മളൊരു മെറ്റീരിയലിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ആദ്യം നടക്കുന്നത് ടെമ്പറേച്ചർ ചേഞ്ചാണ്. അതായത് അവിടെ ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജ് ആയിരിക്കും. ദെൻ ആ മെറ്റീരിയൽ തന്നെ ഹീറ്റായിട്ട് ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ട്. അതായത് ലിക്വിഡ് ആണെന്നുണ്ടെങ്കിൽ വേപ്പറായി, സോളിഡ് ആണെന്നുണ്ടെങ്കിൽ ലിക്വിഡായി, അങ്ങനെ ഒരു ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ലേറ്റൻറ്റ് ഹീറ്റ് സ്റ്റോറേജ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റോറേജും, സെൻസിബിൾ ഹീറ്റ് സ്റ്റോറേജും അതുപോലെ തന്നെ ലേറ്റൻറ്റ് ഹീറ്റ് സ്റ്റോറേജും രണ്ടും അറ്റ് എ ടൈം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതേ മെറ്റീരിയൽ തന്നെ. നമ്മളിവിടെ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിന് കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതിലൊന്നാണ് ടെമ്പറേച്ചർ റേഞ്ച്. നമ്മൾ ഈ സ്റ്റോറേജ് ചെയ്യുന്ന എനർജി ഏത് റേഞ്ചിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. And the second one is the capacity of the storage. നമുക്ക് കൂടുതലായിട്ടും ഒരു ലോങ് ടേമിക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കപ്പാസിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഷോർട്ട് ടേമിലേക്കുള്ള യൂസ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടേം സ്റ്റോറേജ് മെറ്റീരിയൽസ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയലിൻ്റെ ഹീറ്റ് ലോസ് വളരെ കുറവായിരിക്കണം. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന തെർമൽ എനർജി മൊത്തം ലോസ് ആയിപ്പോവും. ഹീറ്റ് ലോസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വെക്കുന്ന ഹീറ്റൊക്കെ എന്താണ്? ലോസ് ആവുക ചെയ്യുന്നത്. ഹീറ്റ് ലോസസ് ഫ്രം ദി സ്റ്റോറേജ് ഹാവ് ടു ബി കെപ്റ്റ് ടു എ മിനിമം. നമ്മൾ ഏത് മെറ്റീരിയലാണോ ഹീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അവിടെ ഹീറ്റ് ലോസ് കുറവായിരിക്കണം. ഹീറ്റ് ലോസ് കൂടുതലാണെങ്കിൽ നമുക്ക് സ്റ്റോറേജ് അവിടെ നടക്കില്ല. അവിടെ ഹീറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഹീറ്റൊക്കെ എന്താവുകയാണ്? നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ആ ഹീറ്റ് ലോസസ് വളരെ കുറവുള്ള മെറ്റീരിയൽസിന് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ നമുക്ക് ഈ ഒരു ഹീറ്റ് ലോസസ് തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ലോങ് ടേം സ്റ്റോറേജിലൊക്കെയാണ്. കാരണം കുറേ നാൾക്ക് നമ്മൾ ഈ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഹീറ്റ് ലോസസ് അത്രയും മിനിമം ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കൂടുന്തോറും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജിയുടെ അളവ് കുറഞ്ഞു വരും. ആൻഡ് ദി ഫോർത്ത് പോയിന്റ് ഇസ് ദി റേറ്റ് ഓഫ് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്. അവിടെ നമ്മൾ ആ ഹീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ചാർജിങ് ആൻഡ് ഡിസ്ചാർജിങ്, നമ്മളത് ഡിസ്ചാർജ് ചെയ്യുന്നതും തമ്മിലുള്ള റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. ആൻഡ് ദി ലാസ്റ്റ് പോയിന്റ് ഇസ് കോസ്റ്റ് ഓഫ് ദി സ്റ്റോറേജ് യൂണിറ്റ്. നമ്മളതിൻ്റെ കോസ്റ്റ് കുറച്ചിട്ടായിരിക്കും യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഹീറ്റ് സ്റ്റോറേജ് സിസ്റ്റംസൊക്കെ അധികം എവിടെയാണോ നമ്മൾ ഹീറ്റ് കൺവേർഷൻ നടക്കുന്നത്, സോളാർ എനർജി വരുന്നത് കൺവേർട്ട് ചെയ്യുന്നത്, അതിൻ്റെ യൂണിറ്റ് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ ഈ ഒരു എനർജി സ്റ്റോറേജ് യൂണിറ്റ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എനർജി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആയിരിക്കും, കുറയ്ക്കാനായിട്ട് അതിനുള്ള ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് നമ്മളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എനർജി സ്റ്റോറേജ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ്.